എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മമ്മൂട്ടി കമ്പനിയെ കുറിച്ച് നമുക്ക് ഇന്ന് കുറച്ച് സംസാരിക്കാം. മമ്മൂട്ടി കമ്പനിയുടേതാണ് ചിത്രമാണ്, മോശമാകില്ല എന്ന അഭിപ്രായത്തിലേക്ക് പ്രേക്ഷകനെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നതാണ് മമ്മൂട്ടി കമ്പനിയുടെ വിജയം. മലയാള സിനിമ കോടികളുടെ കിലുക്കങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രം പോലും 100 കോടി നേടിയിട്ടില്ല ഇന്നേ വരെ. അപ്പോഴും മലയാളത്തിന് പുറത്തും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറാൻ മമ്മൂട്ടി കമ്പനിയുടെ മിക്ക ചിത്രങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഒരു സിനിമയിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ കഥാപാത്രങ്ങളിൽ മാത്രമല്ല, കഥയുടെ പശ്ചാത്തലത്തിലടക്കം വ്യത്യസ്തത വേണം എന്ന വിഷയം തന്നെയാണ് മമ്മൂട്ടി കമ്പനി ചിത്രങ്ങളുടെ ഒരു കരുത്ത് എന്ന് നമുക്ക് പറയാം. മലയാള സിനിമയുടെ ചരിത്രം നോക്കിയാൽ നിർമ്മാണ കമ്പനിയുടെ പേര് കൊണ്ട് തന്നെ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തിച്ച ഒട്ടനവധി സിനിമാ പേരുകൾ ഉണ്ട്. പ്രതാപകാലത്തിന് ശേഷം തുടർച്ചകൾ ഇല്ലാതെ പോയ കമ്പനികളും ഒരു ഘട്ടത്തിന് ശേഷം പരാജയത്തിലേക്ക് വീണുപോയ കമ്പനികളും ഉണ്ട്. താരകേന്ദ്രീകൃതമായ സിനിമകളിൽ നിന്നും കഴിഞ്ഞ ദശാബ്ദം സംവിധായകന്റെ പേരിലേക്ക് കൂടെ മലയാള സിനിമയെ മാറ്റിയെടുത്ത കാലം ആയിരുന്നു. ഫ്രൈഡേ ഫിലിംസ്, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, ആശീർവാദ് സിനിമാസ്, അൻവർ റഷീദ് പ്രൊഡക്ഷൻസ്, ഭാവന സ്റ്റുഡിയോ. മിക്ക നിർമ്മാണ കമ്പനികളും പ്രേക്ഷകർക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൽകിയ പ്രതീക്ഷകളും ചെറുതായിരുന്നില്ല. സിനിമയും ലോകവും ഒക്കെ പകച്ചുപോയ കോവിഡ് കാലം മാറ്റങ്ങളുടെ കാലം കൂടെ ആയിരുന്നു. ലോക സിനിമയെ കണ്ടു വളർന്ന് വന്ന മലയാളി അതിന്റെ അതിരുകൾ വലുതാക്കിയ കാലം കൂടെ ആയിരുന്നു കോവിഡ് കാലം. ലോകത്ത് എവിടെയും ഉള്ള കണ്ടന്റുകൾ വിരൽത്തുമ്പിൽ കാണാനുള്ള അവസരം എന്നത് കാഴ്ചശീലങ്ങളെയും ആസ്വാദനത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള മലയാള സിനിമകൾ നോക്കിയാൽ കഥയുടെ തെരഞ്ഞെടുപ്പുകളിലും അവതരണത്തിലും ഇത്തരം പ്രേക്ഷകരെ കൂടെ ചേർത്ത് വെക്കുന്ന സിനിമകളും ഏറെ വന്നിട്ടുണ്ട്. കാഴ്ചക്കാരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമകൾ എന്നത് കേവലം ഒരു ജോണറിലേക്ക് ഒതുങ്ങിയില്ല. അത് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ ഇന്ത്യൻ സിനിമ ചർച്ച ചെയ്തും മലയാളത്തിലെ കണ്ടന്റുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് ഇപ്പോൾ മലയാളത്തിലേക്ക് നിർമ്മാണത്തിലാക്കി വന്നിരിക്കുന്നത്. പ്ലേ ഹൗസിൽ നിന്നും മമ്മൂട്ടി കമ്പനിയിലേക്കാണ് ഒരു പോക്കാണ് ഉണ്ടായത്. അതായത് കോവിഡിന് ശേഷമുള്ള മാറ്റത്തിനൊപ്പം ചേർത്ത് വെക്കേണ്ട പേരാണ് മമ്മൂട്ടി കമ്പനി. നേരത്തെ മമ്മൂട്ടി പ്ലേ ഹൗസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി സ്ഥാപിക്കുകയും അതിൽ ചിത്രം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് IV ശശി, മോഹൻലാൽ, സീമ എന്നിവരോടൊപ്പം 1980കളിൽ കാസിനോ എന്ന നിർമ്മാണ കമ്പനിയുടെയും ശ്രദ്ധേയമായ സിനിമകൾ വന്നുപോയിട്ടുണ്ട്. പ്ലേ ഹൗസ് ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ അപ്പോൾ വളർന്നിട്ടില്ല. മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനി എന്നതിനപ്പുറം നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളുടെ പേരിൽ വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ പ്ലേ ഹൗസിന് സാധിച്ചില്ല. എന്നാൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആദ്യ ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കമാണ്. സിനിമ ആസ്വാദകർ ഒന്നടക്കം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം ഇതായിരുന്നു. രണ്ടാമത്തെ ചിത്രമായ നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷക്കാണ് ആദ്യം തിയേറ്ററിൽ എത്തിയത്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ 2 ചിത്രങ്ങൾ എന്ന നിലയിൽ ഈ 2 സിനിമകളും പ്രത്യേക സ്ഥാനം അറിയിക്കുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയ പ്രേക്ഷകർക്ക് മുമ്പിൽ കഥയിലും അവതരണത്തിലും അടിമുടി പുതുമ സമ്മാനിക്കുക എന്നത് ചെറിയ കാര്യമല്ല താനും. മലയാള സിനിമ എന്ന അതിർത്തികൾ ഒന്നും ഇല്ലാതെ കാഴ്ചയുടെ ഇന്റർനാഷണൽ ഫീൽ സമ്മാനിച്ച സിനിമകളായിരുന്നു ഇവ. ഈ 2 സിനിമകളും മമ്മൂട്ടി എന്ന നടനെ കൂടെ പുതുക്കിയെടുത്ത് നമ്മൾ കണ്ടതാണ്. കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകാനുള്ള ഒരു മാജിക് കൂടെ ഈ സിനിമകൾക്ക് ഉണ്ടായിരുന്നു. പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന സമയത്തും പോപ്പുലർ സിനിമ എന്ന നിലയിൽ കൂടെ മുന്നേറാൻ പറ്റുന്ന രീതിയിലായിരുന്നു മമ്മൂട്ടി കമ്പനി സിനിമകൾ നമുക്ക് വേണ്ടി എത്തിച്ചത്. എന്നാൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഇതൊന്നുമല്ല. അത് റോബിൻ വർഗീസ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ആയിരുന്നു. പ്രതികളെ അന്വേഷിച്ചു മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പോലീസ് സംഘത്തിന്റെ കഥ ഇതിനു മുമ്പും വരികയും കാണുകയും നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സ്പേസിലേക്കാണ് കണ്ണൂർ സ്ക്വാഡും വരുന്നത്. റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്നതിലാണ് കണ്ണൂർ സ്ക്വാഡ് വിജയിക്കുന്നത്. ഈ ചിത്രത്തിന്റെ വമ്പൻ വിജയത്തോടെയാണ് മമ്മൂട്ടി കമ്പനി ബ്രാൻഡ് എന്ന നിലയിലേക്ക് കൂടെ വളർന്നത്. പോപ്പുലർ സിനിമാ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ജിജോ ബേബിക്കൊപ്പം മമ്മൂട്ടി കാതൽ എന്ന ചിത്രം വരുന്നത്.
മമ്മൂട്ടി അങ്ങനെ ഒരു നായക വേഷത്തിൽ എത്തുന്നു എന്നതിനൊപ്പം മമ്മൂട്ടി കമ്പനി അത് നിർമ്മിക്കുന്നു എന്നതും അഭിനന്ദനീയമാണ്. ബ്രാൻഡിന്റെ പേരിൽ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകനെ നിരാശയാക്കില്ല എന്ന ഉറപ്പ് നൽകാൻ നിർമ്മാണ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ ചിത്രമാണ്, അത് ടർബോ. അടിമുടി ഒരു കൊമേഴ്സ്യൽ മസാല ചേരുവകൾ ചേർത്ത ഒരു സിനിമ ആയാണ് ഇത് വന്നിട്ടുള്ളത്. എന്നാൽ തിയേറ്ററുകളിൽ അതിന് മികച്ച ഒരു കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമയത്തു മമ്മൂട്ടി കമ്പനിയുടെ അല്ലാതെ വന്ന സിനിമകളും മമ്മൂട്ടി എന്ന നടനെയാണ് ആഘോഷിച്ചത്. ഉദാഹരണത്തിന് ബ്രഹ്മയുഗം. വീണ്ടും മമ്മൂട്ടി കമ്പനി ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ്, ഈ ജനുവരി മാസത്തിലാണ്. അത് ഗൗതം വാസുദേവ് മേനന്റെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയിലൂടെയാണ്. ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ വീണ്ടും പ്രേക്ഷകർ ആഘോഷിക്കുമ്പോൾ അത് മമ്മൂട്ടി കമ്പനിയുടെ ആണെന്നത് കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ജിതിൻ കെ ജോസ് സംവിധായകനായ മമ്മൂട്ടി വിനയൻ ചിത്രം ഈ വർഷം പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ്. 3 വർഷങ്ങൾക്കുള്ളിൽ 6 സിനിമകൾ എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. തുടങ്ങി പെട്ടെന്ന് തന്നെ ബ്രാൻഡായി മാറാനും പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകാനും സാധിച്ചു എന്നതും പ്രധാനമാണ്. തൻ്റെ ഉള്ളിലെ അഭിനേതാവിനെ പുതുക്കിപ്പടുത്ത ചിത്രങ്ങൾ കൂടെ ആണ് സ്വന്തം കമ്പനിയിലൂടെ മമ്മൂട്ടി എന്ന അഭിനേതാവ് നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. നൻപകൽ നേരത്ത് മയക്കത്തിലെ പകർന്നാട്ടം മുതൽ ഡൊമിനിക് വരെ എത്തി നിൽക്കുമ്പോൾ മുൻ മാതൃകകൾ ഇല്ലാത്ത കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടി വീണ്ടും രാഗി മിനുക്കുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും പുതിയ ടെക്നീഷ്യൻസ്, പുതിയ പശ്ചാത്തലങ്ങൾ, കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഒക്കെ ആയി മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ വരുന്ന സിനിമകൾ അതിൻ്റെ അതിർത്തികൾ വലുതാക്കുന്നുണ്ട്. എന്നാൽ മലയാള സിനിമ കോടികളുടെ കിലുക്കങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രം പോലും 100 കോടി നേടിയിട്ടില്ല. അപ്പോഴും മലയാളത്തിന് പുറത്തും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറാൻ മമ്മൂട്ടി കമ്പനിയുടെ മിക്ക ചിത്രങ്ങൾക്കും സാധിക്കുന്നുണ്ട് താനും. ഒരു സിനിമയിൽ നിന്നും അടുത്തതിലേക്ക് പോകുമ്പോൾ കഥാപാത്രങ്ങളിൽ മാത്രമല്ല കഥയുടെ പശ്ചാത്തലത്തിലടക്കം വ്യത്യസ്തത വേണം എന്ന വിഷയം തന്നെ ആണ് മമ്മൂട്ടി കമ്പനി ചിത്രങ്ങളുടെ ഒരു കരുത്ത്. ഈ ചിത്രങ്ങളിൽ മാസ് മസാല ചിത്രമായ ടർബോയ്ക്ക് മാത്രമാണ് ഒരു പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായിരുന്നത്. മറ്റു ചിത്രങ്ങളെല്ലാം ആദ്യ ഷോയ്ക്ക് കയറിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിലൂടെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങളാണ്. മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ് മോശമാകില്ല എന്ന അഭിപ്രായത്തിലേക്ക് പ്രേക്ഷകനെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നതാണ് മമ്മൂട്ടി കമ്പനിയുടെ വിജയമായിട്ട് നമുക്ക് കാണേണ്ടത്. കാഴ്ചയുടെയും കഥകളുടെയും സ്പേസ് വലുതാകുമ്പോൾ പ്രേക്ഷകനും പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട് ഈ മമ്മൂട്ടി കമ്പനിയിൽ.